ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പുതിയ കൂട്ടുകാരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം വീഡിയോ മുഴുവനായി കാണാം. ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോണതേ, നമ്മുടെ കയ്യിലൊക്കെ ഇതേപോലെയുള്ള ടീഷർട്ട് കയ്യിലിരിക്കുന്നുണ്ടെങ്കിലേ ഇനി ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു ഐറ്റം നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിൽ ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള ടീഷർട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഏത് കളറായാലും കുഴപ്പമില്ല കേട്ടോ. ഏറ്റവും നല്ലത് ബ്ലാക്കോ അല്ലെങ്കിൽ വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. എൻ്റെ കയ്യിലിരിക്കണ ഈ ഒരു ടീഷർട്ട് വെച്ചിട്ടേ അതിൽ നിന്നിട്ട് ഞാൻ 2 ടൈറ്ററാണ് കേട്ടോ തയ്ച്ചെടുക്കാൻ പോണത്. നമ്മുടെ വീട്ടിലെ ചെറിയ പെൺകുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോകുമ്പോഴായാലും സ്കൂളിലേക്ക് പോകുമ്പോഴായാലും ടൈറ്റർ ഇപ്പം നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾക്ക് ഇതുപോലെയുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അത് കാരണം തന്നെ നമുക്കിനി കടയിൽ നിന്നൊന്നും ഒരുപാട് റേറ്റ് കൊടുത്തിട്ട് ഈ ഒരു ടൈറ്റർ വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കിത് തയ്ച്ചെടുക്കാനായിട്ട് വലിയ ടീഷർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ 2 എണ്ണം വെച്ചിട്ട് എന്തായാലും തയ്ച്ചെടുക്കാൻ പറ്റും. നമ്മളൊരു ഐറ്റം തയ്ക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ടീഷർട്ട് അത്യാവശ്യം വലിപ്പമുള്ളത് നോക്കിയിട്ട് എടുക്കുക. ഇറക്കുള്ള ടൈപ്പിൽ തയ്ച്ചെടുക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു ടീഷർട്ടിൽ നിന്നിട്ട് നമുക്ക് ഒരെണ്ണമൊക്കെയാണ് കേട്ടോ തയ്ച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇതുപോലെയുള്ള ഐറ്റം തയ്ച്ചെടുക്കാനായിട്ട് ടീഷർട്ട് എടുക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ടീഷർട്ട് തന്നെ എടുക്കാനായിട്ട് നോക്കുക. നമ്മുടെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ഈ ഒരു ടൈറ്റർ ഉണ്ടല്ലോ, അതിൻ്റെ ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞതിന് തന്നെ ഷോപ്പിൽ വില ചോദിക്കുമ്പോൾ 100 രൂപ തൊട്ടിട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ടീഷർട്ടൊക്കെ ഉപയോഗിക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും. ഇതിന് വേറെ കണക്കുകൾ അറിയേ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഒരു ടൈറ്റർ ഉണ്ടല്ലോ, അതെങ്ങനെയാണ് ടീഷർട്ടിൽ നിന്നിട്ട് കട്ട് ചെയ്യണേന്നാണ് കാണിക്കാൻ പോണത്. നമ്മുടെ ടീഷർട്ടിനെ ഇതേപോലെ നടുമടക്കി വെക്കാം. ഏറ്റവും താഴ്വശത്തേക്ക് ഇതേപോലെ നമ്മുടെ ഒരു അളവുള്ള ടൈറ്റർ എടുത്ത് കൈ പിടിച്ചിട്ട് ഇതുപോലെ മടക്കി വൃത്തിയായിട്ട് വെക്കാം കേട്ടോ. അതിനുശേഷം നമ്മുടെ ഈ ഒരു ടൈറ്ററിന് എത്രയാണോ ഇറക്കും വണ്ണം വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു അളവ് ഇവിടെ മാർക്ക് ചെയ്തെടുക്കാം. ടീഷർട്ടിൻ്റെ താഴ്വശം ഇതേപോലെ മടക്കി തയ്ച്ചിട്ടുള്ള ഈ ഒരു ഭാഗത്തേക്ക് ആക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈറ്ററിൻ്റെ താഴ്വശം നമുക്ക് മടക്കി തയ്ക്കേണ്ട കേട്ടോ. അപ്പോൾ ഒരെണ്ണം തയ്ക്കുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ടീഷർട്ടിലേക്ക് ഇതുപോലെ നമ്മുടെ ടൈറ്റർ വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു കാലിൻ്റെ ആ ഒരു വശല്ലേ, ആ ഒരു ഭാഗത്തെ അളവും മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ എത്ര ഇറക്കാണെന്നുള്ളതും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേൽവശത്ത് ആ ഒരു വണ്ണാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ടോപ്പ് വശത്ത് നമുക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം നമുക്ക് തൊട്ട് താഴോട്ട് മടക്കി തയ്ക്കാനും കൂടിയായിട്ട് ഇതിൻ്റെ മേൽവശത്തേക്ക് ഒരു ഇഞ്ചോളം ഞാൻ മുകളിലോട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരുപാട് തുണി നമുക്ക് വേസ്റ്റ് ആക്കാനില്ല കേട്ടോ, നമ്മൾ 2 എണ്ണം തയ്ക്കുന്ന കാരണം. അപ്പോൾ ചെറിയ രീതിയിലാണ് നമ്മൾ മടക്കി തയ്ക്കുന്നത്. ഒരു ടൈറ്റർ തയ്ക്കാനുള്ള മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി വരുന്ന ആ ഒരു തുണിയുടെ ഭാഗത്തേക്ക് നമ്മുടെ ടൈറ്ററിനെ എടുത്തിട്ട് തിരിച്ച് വെക്കാം. വെച്ചതിന് ശേഷം നമുക്ക് മടക്കി തയ്ക്കാനുള്ള ആ ഒരു അളവാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ ടൈറ്ററിന് ആ ഒരു വരച്ച ഭാഗത്ത് നിന്നിട്ട് താഴോട്ട് കറക്റ്റ് ഒപ്പം വച്ചിട്ട് നമ്മുടെ ഈ ഒരു ടൈറ്ററിൻ്റെ താഴ്വശം മടക്കി തയ്ക്കണേ. അപ്പോൾ ഉള്ള തുണിയിൽ നമ്മൾ ആ ഒരു അളവും കൂടി മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് വരച്ചെടുത്താൽ മതി കേട്ടോ. വരയ്ക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ചോളം ലൂസ് ഇട്ടിട്ട് വരച്ചെടുക്കുക. ഇത് കറക്റ്റ് ഒപ്പാണെങ്കിലും വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടീഷർട്ടിൻ്റെ മെറ്റീരിയൽ എല്ലാവർക്കും അറിയാലോ, വലിക്കുമ്പോൾ അത്യാവശ്യം ഇങ്ങനെ വലിഞ്ഞ് വരുന്നതായിരിക്കും മിക്ക ടീഷർട്ടിൻ്റെയും മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ അത് കാരണം തന്നെ കറക്റ്റ് ഒപ്പാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. തുണി കുറവാണെന്നുണ്ടെങ്കിൽ ആ ഒരു അളവാണെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറയുന്നത്. ഇല്ല തുണി കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ചോളം നമ്മൾ ലൂസ് ഇട്ടിട്ട് മാർക്ക് ചെയ്യും. ടൈറ്റർ കട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ മാർക്കിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഈ മാർക്ക് ചെയ്ത ഭാഗത്തു കൂടെ കട്ട് ചെയ്തെടുക്കാം. 2 ടൈറ്ററും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലെ ഒരെണ്ണം ആദ്യം തയ്ച്ചെടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു ടൈറ്ററിൻ്റെ ആ ഒരു തുണീനെ നമ്മൾ വലിക്കുമ്പോൾ കണ്ടോ വലിഞ്ഞ് വരുന്നത്. അപ്പോൾ ഇതുപോലെ വലിയുന്ന കാരണം കറക്റ്റായാലും നല്ല രീതിക്ക് തന്നെ കേട്ടോ നമുക്ക് തയ്ച്ച് കഴിഞ്ഞാൽ ടൈറ്റ് ഉണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ കിടക്കും. നമുക്കിതിനെ തയ്ക്കാൻ തുടങ്ങാം കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ഈ ഒരു മെഷീനിൽ ഇതുപോലെയുള്ള മെറ്റീരിയൽ വെച്ചിട്ട് നല്ല എളുപ്പത്തിൽ തന്നെ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് ചിലപ്പോൾ ഇതുപോലത്തെ മെഷീനല്ല, നോർമൽ മെഷീനാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതുപോലെയുള്ള ബനിയൻ തുണികളിൽ തയ്ച്ചെടുക്കേണ്ടതെന്ന് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണാം. ആദ്യം തയ്ക്കാനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു തുണിയിൽ അതാണ് നമ്മളിപ്പോൾ ഈ തയ്ക്കാൻ പോണത്. അപ്പോൾ ഇതേപോലെ നിർത്തി വെച്ചതിന് ശേഷം ആ മേൽവശത്ത് നിന്നിട്ട് നടുഭാഗം വരെ ഇതേപോലെ നമ്മൾ കാണിക്കുന്ന രീതിയിൽ തന്നെ തയ്ച്ചെടുക്കുക.
അതതിൻ്റെ രണ്ട് സൈഡും അതേപോലെ തന്നെ 2 സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്തെടുക്കുക. ഇതുപോലെയുള്ള ഐറ്റങ്ങൾ തയ്ച്ചെടുക്കുമ്പോഴേ എപ്പോഴും വലിയ കാണിയിട്ട് തയ്ക്കാതെ ചെറിയ കാണിയിട്ട് തയ്ച്ചെടുക്കുക. അതും ഒറ്റ സ്റ്റിച്ച് അല്ലാതെ 2 സ്റ്റിച്ച് തന്നെ അടുപ്പിച്ച് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ ഇരിക്കുന്ന ടൈമിലൊക്കെ ഇങ്ങനെ പെട്ടെന്ന് വിട്ട് പോരാനായിട്ട് നല്ല സാധ്യതയുണ്ട്. അതില്ലാതിരിക്കാനായിട്ടാണ് ഇതുപോലെ തയ്ച്ചെടുക്കാനായിട്ട് പറയുന്നത്. ഇത് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് സമയമൊന്നും എടുത്തില്ല, പെട്ടെന്ന് കട്ട് ചെയ്തെടുത്തല്ലോ. അതേപോലെ തന്നെ നമുക്ക് യാതൊരു സംശയവും ഇല്ലാതെ നല്ല രീതിക്ക് തന്നെ ഇത് വേഗം തയ്ച്ചെടുക്കാനായിട്ടും പറ്റും. ഒരു സൈഡ് തയ്ച്ചെടുത്ത പോലെ തന്നെ ഈ ഒരു സൈഡും അതേപോലെ തന്നെ ചെയ്തെടുക്കുക. സാധാരണ മെഷീൻ ഉപയോഗിക്കുന്ന കൂട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടതേ ഇതുപോലെയുള്ള മെറ്റീരിയൽ തയ്ക്കാനിരിക്കുമ്പോൾ കൂടെ നമ്മൾ ന്യൂസ് പേപ്പറും കൂടി എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഏതൊക്കെ ഭാഗത്താണോ സ്റ്റിച്ച് വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് 1 ഇഞ്ച് വീതിയിൽ ന്യൂസ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടേ അതിന് നടുമടക്കി വെക്കുക. അതിന് ശേഷം നമുക്ക് ആ തയ്പ്പ് പോണ ഭാഗത്ത് ഇത് വെച്ചിട്ട് ഈ പേപ്പറിൻ്റെ മീതെ കൂടെ തയ്ച്ചെടുക്കുക. ന്യൂസ് പേപ്പറും കൂടി വെച്ചിട്ട് തയ്ച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു തുണിയിൽ നല്ല ടൈറ്റായിട്ട് തന്നെ സ്റ്റിച്ചിങ് പോയിട്ടുണ്ടാവും കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു തുണിയിൽ നൂല് പെടാത്ത പോലെ തയ്ച്ച് കഴിയുമ്പോൾ അങ്ങനെ നിൽക്കുക. അതിന് ശേഷം തയ്ച്ചതിന് ശേഷം ഇതേപോലെ ആ ഒരു ന്യൂസ് പേപ്പറിനെ വലിച്ച് മാറ്റി കളയുക. ഈ ഒരു മെറ്റീരിയൽ മാത്രമല്ല കേട്ടോ ഇതുപോലെ വരാം. കുറേ തരം ഡ്രസ്സുകളിലായാലും നമ്മളത് ഷേപ്പ് ചെയ്യുമ്പോഴായാലും ഇതുപോലെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ശരിയാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു തുണിയിൽ സ്റ്റിച്ച് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മുടെ ആ ഒരു ടൈറ്ററിനെ ഇതേപോലെ ആക്കി വെക്കുക. അതിന് ശേഷം ഇതിൻ്റെ 2 സൈഡും ഇതേപോലെ ഒപ്പം പിടിച്ചിട്ട് താഴ്വശത്ത് നിന്നിട്ട് ഒരു സൈഡ് തൊട്ട് ഒരു സൈഡ് വരെ ഫുള്ളായിട്ട് തയ്ച്ചെടുക്കുക. താഴ്വശത്ത് അങ്ങനെ നമ്മൾ 2 സ്റ്റിച്ച് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 സ്റ്റിച്ച് വേണമെങ്കിലും ചെയ്ത് കൊടുക്കുക. ഇരിക്കുമ്പോഴേ പെട്ടെന്ന് വിട്ട് വരുന്ന ഭാഗം ഈ ഒരു ഭാഗമാണ് കേട്ടോ. അവിടെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മേൽവശത്ത് നമുക്ക് എലാസ്റ്റിക് ഇടുന്ന ഭാഗം തയ്ച്ചെടുക്കുക. എലാസ്റ്റിക് വെക്കുന്ന ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരുപാട് തുണിയൊന്നും ഇല്ല കേട്ടോ ഉള്ളിലോട്ട് മടക്കി വെക്കാനായിട്ട്. ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് എലാസ്റ്റിക്കിൻ്റെ വീതി വരുന്നത് 1 ഇഞ്ചാണ്. നമുക്ക് ഇതുപോലെ ടൈറ്ററിനൊക്കെ 1/2 ഇഞ്ച് വീതിയിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഈ ഒരു ടൈറ്ററിന് ഈ ഒരു 1 ഇഞ്ച് വീതിയിൽ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. വേറെ ഒരെണ്ണം തയ്ക്കുമ്പോൾ ഞാനിതിൻ്റെ 1/2 ഇഞ്ചിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. 1/2 ഇഞ്ച് അളവിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ എത്രയാണോ അളവെടുത്തിട്ട് അതിൻ്റെ പകുതിയായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ നടുഭാഗത്ത് കൂടെ. എലാസ്റ്റിക് വാങ്ങിക്കുമ്പോൾ പല രീതിയിലുള്ള എലാസ്റ്റിക് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ എത്രയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു അളവ് നോക്കി വാങ്ങിച്ചാൽ മതി കേട്ടോ. അപ്പോൾ 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ 1 ഇഞ്ചോ 2 ഇഞ്ചോ ഏതളവ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് വീതിക്ക് അനുസരിച്ചിട്ട് എടുക്കാം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കണതിനനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ തയ്ക്കുന്ന ടൈറ്ററിൽ വെച്ച് കൊടുക്കുന്നത്. ഇലാസ്റ്റിക് ഒന്ന് അവിടെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് മടക്കി പിടിച്ചിട്ട് നമ്മൾ അളവ് നോക്കിയിട്ടാണ് കേട്ടോ മൊത്തം നമ്മൾ തയ്ച്ചെടുത്തിട്ടുള്ളത്. ആ ഒരു ഭാഗത്ത് നമ്മൾ കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ട് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാനായിട്ട്. അതിന് ശേഷം നമ്മൾ പഴയ ടൈറ്റർ എടുത്തിട്ട് അതിൻ്റെ അരവണ്ണമാണ് കേട്ടോ അളന്ന് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈറ്ററിൻ്റെ അരവണ്ണം ഇത്തിരി ലൂസായിട്ടുണ്ട്. അപ്പോൾ ഇതേ കറക്റ്റ് അളവിൽ നമുക്ക് എലാസ്റ്റിക് എടുക്കണ്ട, അതിനേക്കാളും കുറച്ചിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. നമ്മളിതിൻ്റെ അളവ് നോക്കിയപ്പോൾ 18 ഇഞ്ചാണ് നമുക്ക് അളവ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനേക്കാളും 2 ഇഞ്ച് കുറച്ചിട്ട് 16 ഇഞ്ചിലാണ് ഞാൻ എലാസ്റ്റിക് എടുക്കുന്നത്. അരവണ്ണം മേത്തുനിന്ന് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇതേപോലെ ആ ഒരു വണ്ണമല്ല, അതിനേക്കാളും 2-3 ഇഞ്ചോ നമുക്ക് കുറച്ചിട്ട് എലാസ്റ്റിക് എടുക്കാം. എലാസ്റ്റിക് എന്ന് പറയുമ്പോൾ അത് വലിക്കും തോറും ഇങ്ങനെ വലിഞ്ഞു വരും. അത് കാരണമാണ് കേട്ടോ ഇതുപോലെ കുറച്ചെടുക്കുന്നത്. ആദ്യമേ ചെയ്തിട്ടുള്ള വീഡിയോസിലൊക്കെ നമ്മൾ ഈ എലാസ്റ്റിക് വെക്കുന്നതൊക്കെ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. 16 ഇഞ്ചിൽ ഞാനിവിടെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരെണ്ണത്തിൽ നമ്മൾ ഈ 1 ഇഞ്ച് വീതിയിലും ഒരെണ്ണത്തിൽ ഇതിൻ്റെ പകുതിയാക്കിയിട്ട് നടുഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുള്ള അളവിലാണ് കേട്ടോ നമ്മൾ ടൈറ്ററിൽ വെച്ച് കൊടുക്കുന്നത്. ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കേണ്ടതേ നമ്മളൊരു ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ടില്ലേ ആ ഒരു ഭാഗത്തു കൂടെയാണ് കേട്ടോ ഇതുപോലെ കടത്തി കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഒരു എലാസ്റ്റിക്കിൻ്റെ തെറ്റത്ത് നമുക്കൊരു പിൻ ചെയ്ത് വയ്ക്കാം. നമുക്ക് പെട്ടെന്ന് ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഉള്ളിലോട്ട് പിന്ന് വെക്കും തോറും നമ്മൾ ആ ഒരു തുണീനെ കൈകൊണ്ട് നീക്കി കൊടുക്കുക കേട്ടോ, എന്നാലാണ് കറക്റ്റ് കിട്ടുള്ളൂ. അതിന് ശേഷം 2 വശത്ത് നിന്നിട്ടുള്ള ആ ഒരു എലാസ്റ്റിക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാലേ അത് രണ്ടും കൂട്ടി പിടിച്ചിട്ട് ഒന്ന് തയ്ച്ചെടുക്കണം കേട്ടോ ആ ഒരു ഭാഗത്ത്.
തയ്ച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തിനെ നിർത്തി വെച്ചിട്ട് വീണ്ടും പതിച്ച് തയ്ക്കുക. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എലാസ്റ്റിക്കിൻ്റെ ഭാഗം ഇത്തിരി കട്ടിയായിട്ട് നിൽക്കുന്നുണ്ടാവും നമ്മുടെ ആ ഒരു ഡ്രസ്സിൽ. അപ്പോൾ ഏതൊരു ഡ്രസ്സിലായാലും എലാസ്റ്റിക് വെക്കുമ്പോൾ ഇതുപോലെ തയ്ച്ച് കൊടുക്കുക. ബാക്കി നിൽക്കുന്ന ആ ഒരു തുണീനെ വലിച്ച് പിടിച്ചിട്ട് ഒന്ന് തയ്ച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. മീറ്ററിൻ്റെ മേൽവശത്ത് നമ്മൾ മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു എലാസ്റ്റിക്കിൽ നമ്മുടെ സ്റ്റിച്ച് പെട്ടിട്ടില്ല. അതിന് ശേഷം ഇതേപോലെ ആ ചുളിവുകൾ കറക്റ്റ് എല്ലായിടത്തേക്കും എത്തണ തരത്തിൽ ഒപ്പാക്കി വെക്കുക. അതിന് ശേഷം ഇനി നമുക്ക് ചെയ്യാനുള്ളതുണ്ടല്ലോ, ഈ ഒരു എലാസ്റ്റിക്കുമ്മ കൂടെ നമുക്ക് തയ്ച്ചെടുക്കണം. അത് തയ്ക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് പിന്നീട് തയ്ക്കുന്നത് മുഴുവനും വലിച്ചിട്ട് വേണം കേട്ടോ തയ്ച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന ടൈമിലേ പെട്ടെന്ന് അതൊക്കെ നൂല് പൊട്ടിപ്പോവും വലിയുമ്പോൾ. അപ്പോൾ ഇതേപോലെ വലിച്ച് പിടിക്കുക, തയ്ച്ചെടുക്കുക, വീണ്ടും വലിക്കുക, തയ്ക്കുക. അങ്ങനെയാണ് കേട്ടോ തയ്ച്ചെടുക്കേണ്ടത്. ആദ്യം നമ്മുടെ മെഷീനിലേക്ക് ഈ എലാസ്റ്റിക് ഇട്ട ആ ഒരു ഭാഗത്തിനെ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചിട്ട് ആദ്യം ഒന്ന് ചെറിയ രീതിക്ക് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം വലിച്ച് ഫുള്ളായിട്ട് തയ്ച്ചെടുക്കുക. നമ്മുടെ ടൈറ്ററിൻ്റെ മുഴുവനായിട്ടുള്ള സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മറച്ചിട്ടിട്ട് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത്. നമ്മുടെ ഈ ഒരു ടൈറ്റർ നല്ല ഷേപ്പിലും നല്ല വൃത്തിയിലും തന്നെയാണ് കേട്ടോ നമ്മൾ തയ്ച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ടൈറ്റർ തയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന ടീഷർട്ട് ഉണ്ടല്ലോ, അത് അത്യാവശ്യം നല്ല തന്നെയായിരുന്നു കേട്ടോ. അത് നമ്മൾ വാങ്ങിച്ചിട്ട് അധികം ഉപയോഗിക്കാനും പറ്റിയിട്ടില്ല. അതിൽ ചെറിയ രീതിയിൽ പെയിൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നിനും പറ്റാതെ ഇങ്ങനെ കുറേ നാളായിട്ടോ മാറ്റി വെച്ചിട്ടിരിക്കണേ. മാറ്റി വെച്ചിട്ട് തീരെ ഉപയോഗിക്കാതെ ഇങ്ങനെ ഇരിക്കണേക്കാളും എന്തുകൊണ്ടും നല്ലത് ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണല്ലോ. 2 ടൈറ്റർ ഉണ്ടല്ലോ നമ്മൾ ഷോപ്പിൽ പോയിട്ട് ഇപ്പോൾ ഏറ്റവും കുറവിൻ്റെ നോക്കിയിട്ട് എടുക്കുകയാണെങ്കിലും ഒരു 250 രൂപയെങ്കിലും എന്തായാലും വേണ്ടി വരും. ഇപ്പം നമുക്കിവിടെ ആകെ കൂടിയിട്ട് ഒരു 20 രൂപയാണ് കേട്ടോ ചിലവ് വന്നിട്ടുള്ളൂ. അതായത് ഒരു കറുപ്പ നൂല് എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയൊരു പീസ് നമ്മൾ എലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരെണ്ണം തയ്ക്കാനായിട്ട് നമുക്കൊരു 10 രൂപയുടെ ചിലവാണ് വന്നിട്ടുണ്ടാവുള്ളൂ. ഇപ്പോൾ 2 എണ്ണം തയ്ച്ചത് കൊണ്ട് ഒരു 20 രൂപ വന്നിട്ടുണ്ടാവും. അപ്പോൾ അത്രയ്ക്കല്ലേ നമുക്ക് വന്നിട്ടുള്ളൂ. നമ്മുടെ കയ്യിലിരിക്കുന്ന ഡ്രസ്സുകളാണെങ്കിലും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഒരു ഐറ്റം ആണെങ്കിൽ തന്നെയായാലും ഇതുപോലെ കുഞ്ഞൊരു പൈസ അതിൽ ചിലവാക്കി കഴിഞ്ഞാലേ നമുക്കത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റണ തരത്തിലാക്കി മാറ്റാനൊക്കെ പറ്റും കേട്ടോ. ഡ്രസ്സിൻ്റെ കാര്യമാണെങ്കിൽ ഒരുപാട് നാശമായ ഡ്രസ്സിൻ്റെ കാര്യമല്ല കേട്ടോ പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നമ്മൾ വാങ്ങിച്ചിട്ട് ഒരുപാടൊന്നും ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. അതിലിപ്പോൾ ഇതുപോലെ എന്തെങ്കിലും കറിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പോണില്ല. അപ്പോൾ നമുക്കതിനെ മാറ്റിയിട്ട് എന്തെങ്കിലും വേറെ ഏതെങ്കിലും രീതിയിലാക്കിയെടുക്കാൻ പറ്റും. നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ ഇതുപോലെ ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ സിമ്പിളാക്കിയിട്ട് അതിനെ വേറെ എന്തെങ്കിലും ആക്കിയിട്ട് മാറ്റി ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ 2 ടൈറ്ററിൻ്റെയും മുഴുവനായിട്ടുള്ള സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നല്ല വൃത്തിയിൽ തന്നെയാണ് കേട്ടോ ഇത് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ, അത്യാവശ്യം നല്ല പുറത്തുനിന്നൊക്കെ വാങ്ങിക്കണ പോലെ തന്നെ നമ്മളും തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വലിച്ചാൽ നീളണതായ കാരണം തന്നെ ഇത്തിരി ടൈറ്റ് ആയാലും പേടിക്കാനുമില്ല. ഇനി ഞാൻ പറയാൻ പോണതേ, നമ്മുടെ ഈ ഒരു കൂട്ടത്തിൽ നമ്മുടെ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, തീരെ തയ്ക്കാൻ അറിയാത്ത കൂട്ടുകാരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവർക്കിത് വെട്ടാനൊക്കെ ആയിട്ട് ചെറിയ ടെൻഷൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ യാതൊരു വക ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. ഇതുപോലെ ഒരു അളവ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് മടക്കി വെക്കുക, എന്നിട്ട് അതിൻ്റെ ഒപ്പം വെച്ചിട്ടൊന്ന് വരച്ചെടുത്ത് കട്ട് ചെയ്തിട്ട് തയ്ച്ചെടുക്കുക. നല്ല എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും തയ്ച്ചെടുക്കുക കേട്ടോ. ഒരുപാട് ഇപ്പോൾ സ്റ്റിച്ചിങ് അറിയണമെന്നൊന്നുമില്ല ഈ ഒരു കാര്യമൊക്കെ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആയ കാരണം തന്നെ ധൈര്യമായിട്ട് തയ്ക്കുക. തുണിയൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ടേ ഇതൊക്കെ ഞാൻ വെട്ടി തയ്ച്ച് കഴിഞ്ഞാൽ ശരിയാവുമോ എന്ന് ചിന്തിക്കണവരുണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ആ ഒരു ചിന്തേനെ തന്നെ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യത്തിൽ മാറ്റി വയ്ക്കണം. എന്നാൽ തന്നെയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ കയ്യിലിരുന്ന ടീഷർട്ടിനെ നമ്മളിപ്പോൾ ടൈറ്ററാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രത്തോളം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.